ഉപാസന തൊടുപുഴ സാംസ്കാരികത മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ കലാലയം തൊടുപുഴയ്ക്ക് സമ്മാനിച്ചത് ഫാദർ ആൽബർട്ട് നമ്പ്യാർ പറമ്പിൽ. അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കാരമാക്കിക്കൊണ്ട് ഇന്നും അതിൻ്റെ പവിത്രതയും ലക്ഷ്യങ്ങളും മങ്ങാതെ സംരക്ഷിക്കപ്പെടുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരുടെയും വാർദ്ധക്യമായവരുടെ മനസ്സിന് വീണ്ടും ആരോഗ്യം നൽകുന്ന ഒരു കൂട്ടായ്മയുടെ സംഗമവേദി. അത് തീർത്തും മതസൗഹാർദ്ദ ബന്ധത്തിനും സാംസ്കാരികതയ്ക്കും പ്രത്യേകം ഊന്നൽ കൊടുത്തുകൊണ്ട് ഉപാസനയിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലുള്ള അച്ഛനാണ് ഇതിൻ്റെയെല്ലാം നിയന്ത്രണ ചുമതല. നമസ്കാരം. ഇന്ന് നാട്ടുരാജ്യ ന്യൂസ് പരിചയപ്പെടുത്തുന്നത് തൊടുപുഴയുടെ മതസൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരികതയുടെയും തിലകക്കുറിയായ ഉപാസനയിലെ പുതിയ അച്ഛനാണ് വന്നിരിക്കുന്നത്. അച്ഛനെ നമുക്ക് പരിചയപ്പെടണ്ടേ? അച്ഛനാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഹലോ, ഞാൻ ഫാദർ പ്രിൻസ് പരത്തനാൽ CMI. നമ്മുടെ തൊടുപുഴ ജ്യോതി സുപ്രഭസാറിൽ വർഷങ്ങളായി ഈ ഒരു നാടിൻ്റെ മുഖമായി നിലകൊള്ളുന്ന ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള പിൻഗാമികളുടെ വഴിയിൽ വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ, ഫാദർ പ്രിൻസ്. ഫാദർ ആൽബർട്ട് നമ്പ്യാർ പറമ്പിൽ CMI ആണ് ഈ ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം അനേകം വൈദികരുടെ കരങ്ങളിലൂടെ ഇന്ന് ഈ ഒരു ഉത്തരവാദിത്വം എൻ്റെ കരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത, ഇത് മത വർഗ ജാതി വർണ്ണഭേദമന്യേ ആർക്കും എപ്പോഴും കടന്നു വരാവുന്ന ഒരു സ്ഥലം എന്നാണ് ഈ ഉപാസനയുടെ ഉദ്ദേശം എന്ന് തന്നെ. ആർക്കും എപ്പോഴും വരാം, എന്ത് കാര്യവും സംസാരിക്കാം. ഇവിടെ എല്ലാ സെക്കൻഡ് ഫോർത്ത് സൺഡേസിൽ ഇവിടെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കാലിക പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് പ്രഗത്ഭരായിട്ടുള്ള വാഗ്മികളുടെ പ്രസംഗങ്ങൾ ഇവിടെ നടക്കും. അതിൽ പങ്കെടുക്കാനായിട്ട് അനേകം പേര് ഇവിടെ വരാറുണ്ട്. അനേകം ജനങ്ങൾ വന്ന് പ്രസംഗിച്ച് കടന്നുപോയ പ്രശസ്തരായ അനേകം വ്യക്തികൾ പ്രസംഗിച്ച് കടന്നുപോയ ഒരു വേദിയാണ് ഉപാസന. അപ്പോൾ അതിൻ്റെ ഒരു സാരഥ്യം ഏറ്റെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്നവർ ഉപാസനയിലെ ഇവിടെ നടക്കുന്ന പരിപാടികളിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും കൂടി ചെയ്യാം. നാടിൻ്റെ നന്മകൾ മാത്രം ഉദിച്ചുയരുന്ന ഉപാസനയുടെ നന്മകൾ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനോട് അഭിമുഖം തന്ന അച്ഛന് നന്ദി രേഖപ്പെടുത്തുന്നു. ശേഷം ഈ വർഷത്തെ പുതിയ സാംസ്കാരിക കൂട്ടായ്മയുടെ യോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസച്ചൻ ചാർജ് എടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു സൗഹൃദ സദസ്സാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊടുപുഴയിലും പ്രാന്തപ്രദേശങ്ങളിലും സർവീസ് കഴിഞ്ഞവരും പ്രായം ചെന്നവരെല്ലാം കൂടി അവരുടെ മനസ്സിനും ശരീരത്തിനും പുതിയൊരു സൗഹൃദ ബന്ധത്തിൽ കൂടെ മനസ്സിനും ശാരീരിക ഉന്മേഷത്തിനും കിട്ടുന്ന ചർച്ചകളും സമൂഹത്തിന് വേണ്ടുന്ന നന്മകളും പ്രകാശനം ചെയ്യുക എന്ന തദ്ുദ്ദേശത്തോടെ ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് ഉപാസന സെക്രട്ടറി ഡോക്ടർ ജോൺ മുഴുത്തേറ്റ്. സഹകരണ മനോഭാവമാണ് കാലങ്ങളായി ഈ ഉപാസനയോടെ ജീവനും പരമാത്മാവും എന്ന് പറയാതെ വയ്യാം. ഇതിനകത്ത് വേറെ പർപ്പസൊന്നുമില്ല. നമുക്ക് ഒരുമിച്ച് വരിക, സംസാരിക്കുക, നമ്മുടെ സൗഹൃദം അതിച്ചിലൂടെ ശക്തമാകും. അതാണ് ഇതിൻ്റെ. പിന്നെ നമ്മളിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രായത്തോറും മറവി, ഈ മറവിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു സാധനമൊക്കെ മറന്നു. ശേഷം അടുത്ത എപ്പിസോഡായി കാണുക. വാൽമീകി രാമായണത്തിൽ കൈകേയി നാരീശക്തിയുടെ പ്രതീകം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് ഉപാസനയിൽ നിന്നും KK വിജയൻ.